ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. അങ്ങനെ ഫ്രണ്ട്സിനോട് പറയായിരുന്നു, എന്തും പറ്റി മൂച്ചി പറയണത് ജിമ്മിന് പറയാം എടി അതിലടി ഒരു കാർട്ടൂൺ ഉണ്ടടി, ആ സ്റ്റോറിയിലെല്ലാം ഇങ്ങനെ കാർട്ടൂൺസിൽ അവർക്ക് നെയ്മെല്ലാം ഉണ്ടടി. അങ്ങനെയായിട്ട് ഫ്രണ്ട് എന്നോട് പറഞ്ഞായിരുന്നു ഹീറോയി. അങ്ങനെ ഹീറോമാരെ സൈറ്റ് അടിക്കായിരുന്നു. ഹീറോയി ഫുഡ് നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി, നൂഡിൽസ് മതിയുടെ നീയല്ലേ ഫുഡ് അതിൽ കഴിക്കാം. എടി മച്ചി ഇവരെ ഫോളോ ചെയ്തിട്ട് നമ്മൾ വന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ശരി ഓക്കെ എന്ന് അവർ ചെയ്ത് അവിടുന്ന് സ്കൂൾ അങ്ങനെ ഹീറോയി ഫോളോ ചെയ്ത് അവർ ഒഴുക്ക് പോകുന്നത് നോക്കാൻ പോയി. അങ്ങനെ ഹീറോമാർ എല്ലാവരും ആ കോളേജിൽ പോയി. ഹീറോയ്ക്ക് ഷോക്ക്, എടി മച്ചി ഇതെൻ്റെ കോളേജല്ലേ, എൻ്റെ ഡാഡി കോളേജ്. അതെടി ശരി ഓക്കെ ബാ നമ്മൾ ഫുഡ് കഴിക്കാം. അങ്ങനെ ഹീറോയി ഫുഡ് നന്നായിട്ട് കഴിച്ച് ഐസ്ക്രീം കുറച്ച് ഫുഡ് ഐസ്ക്രീം അത് നല്ല കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഐസ്ക്രീം അവരെല്ലാം കഴിച്ച് എൻജോയ് ചെയ്ത് തുടങ്ങി. അച്ഛാ അത് ഡാഡ് എനിക്ക് കോളേജ് മോളെ കോളേജ് ജോയിൻ ചെയ്യാൻ പോവാം, എൻ്റെ കോളേജിൽ വന്നിരുന്നോ. ശരി അച്ഛാ എന്ന് പറഞ്ഞു. ഹീറോയിൻ അമ്മയ്ക്ക് ഷോക്കായിരുന്നു. എന്താ ഇവളിങ്ങനെ ഒന്ന് പറയുമല്ലോ. അമ്മക്ക് ഷോക്കായിരുന്നു. ഇവളിന്ന് ഇങ്ങനെ പറയില്ലല്ലോ, ഇവൾ വേറെ കോളേജ് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തോ ഒന്നും ഉദ്ദേശമുണ്ട് ഇവൾക്ക് എന്ന് അമ്മക്ക് മനസ്സിലായി. ഹീറോ ജോലിയായിട്ട് എൻജോയ് ചെയ്തു. മച്ചി ഞാൻ കറക്റ്റ് ചെയ്യാൻ പോവാന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഷോക്കായിരുന്നു. എന്ത് കറക്റ്റ് ചെയ്യാൻ പോവാ, അവരെ ഒരു ചിലപ്പോൾ അവർക്ക് 7 ഒക്കെ തന്നെ ഇഷ്ടപ്പെടും, 7 പേരും മാരേജ് ചെയ്യും. ഇല്ല ഒരാൾ അച്ഛന്. അപ്പോൾ ഫ്രണ്ട് പറയായിരുന്നു ഒരാൾ അച്ഛന് കഷ്ടമച്ച് എന്താ ചെയ്യുക. അങ്ങനെ ഹീറോ സാഡായിരുന്നു. എനിക്ക് 7 പേരും ഇഷ്ടപ്പെട്ടു, എനിക്ക് മനസ്സ് വരില്ല എന്ന് പറയായിരുന്നു. ഫ്രണ്ട് അടിപ്പാവി എന്ന് പറയായിരുന്നു. പിന്നെ ഹീറോയ്ക്ക് കോളേജ് ജോയിൻ ചെയ്യാൻ പോയായിരുന്നു. അങ്ങനെ എല്ലാ പുതിയ സ്റ്റുഡൻസ് വരായിരുന്നു. ഹീറോ ഫസ്റ്റ് ഇയർ കോളേജാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് ബുക്ക് എടുത്ത് ബാഗെല്ലാം എടുത്തോണ്ട് ഹീറോയിൻ വരാൻ തുടങ്ങിയായിരുന്നു. എല്ലാ ബോയ്സ് തന്നെ ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കാതെ തുടങ്ങിയാണ്. കുറച്ച് റാഗിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെ എ ബ്യൂട്ടിഫുൾ ഗേൾ വൈറ്റ് ഡ്രസ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഹീറോയിൻ നല്ല ഹെയറെല്ലാം കാത്തിട്ട് പറഞ്ഞു. ഹീറോയിൻ വന്നു. ഹായ് ഹായ് എന്ന് പറഞ്ഞു. ഹായ് എൻ്റെ പേര് ആദിയാണ്, സിംഗിളാണ് കമ്മിറ്റാണ് എന്ന് ആദ്യം കേട്ടായിരുന്നു. ആദ്യനോട് പറഞ്ഞ ഹീറോയിൻ മുറക്കായിരുന്നു. സീനിയറായിരുന്നു. സീനിയറുമ്മാ നീ ഫസ്റ്റ് ഇയർ അല്ലേ. അതെ ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പോൾ എന്താ അല്ലമ്മ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാ ഇല്ലേ എന്താക്കണം എന്ന് ഹീറോയി കേട്ടായിരുന്നു. അപ്പോൾ സീനിയർ ഹീറോയുടെ അടുത്ത് വന്നു. നീ ബ്യൂട്ടിഫുൾ ഉണ്ടായിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റുമോ. സോറി സാർ എനിക്ക് ഓൾറെഡി ഫിയാൻസി ഉണ്ട് അങ്ങനെ പറഞ്ഞു അവിടുന്ന് വന്നു. ആദ്യക്ക് ഷോക്കായിരുന്നു. ഫിയാൻസിയാ അതെപ്പോ എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഹീറോയിനോട് പിടിച്ചേർച്ചായിരുന്നു. അങ്ങനെ ഹീറോയിനോട് നോക്കി കേൾക്കാൻ തുടങ്ങി. ഫിയാൻസിയാ അതെവിടെ. അതാ റിങ് എവിടെമ്മ. ഹീറോയിൻ്റെ കയ്യിൽ ഒരു റിങ് ഉണ്ടായിരുന്നു. അത് ഹീറോയിൻ്റെ ബർത്ത്ഡേക്ക് അവളെ ഗ്രാൻഡ് മ കൊടുത്തതാണ്. ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് എന്ന് കാട്ടിയിട്ട് ഇങ്ങനെ സ്നച്ചിൽ വരായിരുന്നു ഹീറോയിൻ. ഇതിൻ്റെ ഫ്രണ്ടിക്ക് 2 പേർക്ക് ഷോക്കായി. മച്ചി നിനക്ക് എൻഗേജ്മെൻ്റ് ആയി നമുക്കും അറിയില്ല. അത് ജുജിപ്പി എന്താ ഹീറോയിൻ. ഇതിൻ്റെ അവർക്ക് ഷോക്കായി. എന്ത് ജുജിപ്പിയാ ചുമ്മാ പറഞ്ഞതടി. ഈ സീനിയർ എന്നെ പുറകെ നടക്കുക, ഒരുപോലെ എന്നെ കറക്റ്റ് ട്രൈ ചെയ്ത് എന്ത് ചെയ്യാം. ലവ് ടോർച്ചർ സഹിക്കാനില്ല, അതുകൊണ്ട് എനിക്ക് എൻഗേജ്മെൻറ്റായി ഞാൻ പറഞ്ഞത്. അങ്ങനെ ഹീറോ സ്മൈൽ ചെയ്ത് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ആറമ്മ ഇങ്ങനെ നടന്നുകൊണ്ട് വരായിരുന്നു. ഹീറോ ആറമ്മ നോക്കിയിട്ട് തല വയ്ക്കുകയായിരുന്നു. ആറാമിനെ കണ്ണെടുക്കാതെ ഹീറോ നോക്കുമായിരുന്നു. വെച്ച് കണ്ണെടുക്കാൻ ആറമ്മനെ സൈറ്റ് അടിക്കുകയായിരുന്നു. ആറാം ഇങ്ങനെ വരുമ്പോൾ മുട്ടി ഹീറോ ബുക്കിൽ താഴെ വീണ് ഹീറോ ചെയ്യാൻ പോകുമ്പോൾ ആറാം പിടിച്ചു. 2 പേര് കണ്ണെടുക്കാതെ നോക്കായിരുന്നു. ഫ്രണ്ട് പറയുന്നത് എന്താ ഇവിടെ ശബ്ദമില്ലേ ഇവിടെ ഹീറോയിനെ സംസാരിച്ചാണ്. മച്ചി എന്ന് 2 പേർ തിരിച്ചു. അടിപ്പാവി ഇപ്പോഴേ കുറച്ച് എന്ന് ആറാമതാക്കി റിയാക്ഷൻ ചെയ്യാൻ. ഹീറോയിൻ സോറി സർ എന്ന് പറഞ്ഞ ഹീറോയിൻ കൂടി പോയി. ആറും സ്നെക്ക് ചെയ്തായിരുന്നു പോയി. ഹീറോയ്ക്ക് മനസ്സിലായത് ഡെയിലി ഇതാക്കി ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ അങ്ങനെ അവരെ സൈറ്റ് അടിക്കുമായിരുന്നു. അങ്ങനെയായിട്ട് അവർക്കൊരു കത്ത് ഹീറോ ഡെയിലി വെക്കായിരുന്നു. ലവ് ടോർച്ചറാണ്. അതുമാതിരില്ല ഓരോന്ന് ഫ്ലവർ കൊടുക്കും, എനിക്ക് നിങ്ങളെ പിടിക്കും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലവർ വെക്കായിരുന്നു. അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് അവർ സീക്രട്ടായിട്ട് ഹീറോയി അവരെ ലവ് ടോർച്ചർ ചെയ്യായിരുന്നു. അത് സീക്രട്ടായ ലവ് ടോർച്ചർ. അത് 7 പേർക്കും ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഹീറോയി വെറുതെ കവിത എഴുതി അവരെ ടോർച്ചർ. അവർക്കും കത്തിയെടുത്ത് വായിച്ച് ബോറടിച്ച് ആരടാ ഇത് വെക്കുന്നൊന്നും അറിയില്ലല്ലോ പറഞ്ഞ് അവർ ഒന്ന് ഇത് ചെയ്യാമായിരുന്നു. ഹീറോയ്ക്ക് കോളേജിൽ ഒരു സീക്രട്ട് റൂമുണ്ട്. അത് ഹീറോയ്ക്കും അവളെ അച്ഛനിക്ക് മാത്രമേ അറിയൂ. ഹീറോ അതിൽ പോയിട്ട് അവിടെ നിന്ന് കാണുന്നത് അവിടെ മാത്രം ഒരു ക്യാമറ വൈകിൽ പോകുമ്പോൾ ക്യാമറ ഇല്ല. അങ്ങനെ ഹീറോയി എല്ലാവരും എപ്പോഴൊക്കെ കത്ത് വെക്കുക. ഒരു ദിവസം ഹീറോയി സാഡായിരുന്നു. മച്ചി എനിക്ക് എൻഗേജ്മെൻ്റ് ആകുമ്പോൾ അത് കേട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് ഷോക്കായിരുന്നു. ഇനി ഞാൻ കത്ത് വെക്കാൻ പോകുന്നില്ല അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞായിരുന്നു.
ഇത് കേട്ട് ഫ്രണ്ട്സ് രണ്ടുപേർക്ക് ഷോക്കായിരുന്നു. എൻഗേജ്മെൻറ്റാ? അതെപ്പൊടി അങ്ങനെ എൻഗേജ്മെൻറ്റ്? എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല മച്ചി. അങ്ങനെ കൊണ്ട് മാരേജ് വേറെ വഴിയില്ലാന്ന് പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് സാഡായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ ശരി വേറെ വഴിയില്ലാന്ന് എൻഗേജ്മെൻറ്റ്ക്ക് ഹീറോ റെഡി ആയിരുന്നു. അങ്ങനെ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോയതാണ്. അങ്ങനെ പിറ്റേഴ്സ് മെമ്പർ 70 വന്നായിരുന്നു. ഹീറോയിനെ അവർ ഫുൾ ഹീറോയിനെ 6 മാത്രമേ ശ്രദ്ധിച്ചായിരുന്നു. ബാക്കി മെമ്പേഴ്സ് ഹീറോയിനെ നോക്കിയില്ലായിരുന്നു. അവരെല്ലാം വേറെ ക്ലാസ്സാണ് അവർ പഠിപ്പിക്കുന്നത്. 6 വേറെ ക്ലാസ്സാണ്. ഹീറോയിൻ്റെ ക്ലാസ് എന്തോ അല്ല. ഫസ്റ്റ് ഇയർ പിറ്റേഴ്സ് മെമ്പറിൽ ആരുമല്ല. അങ്ങനെയായിട്ട് ഹീറോയിൻ വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ഹീറോയിനെ ജിന്ന് നോക്കിയായിരുന്നു. ജിന്ന് വന്നിരിക്കാൻ തുടങ്ങി. ഞാൻ എവിടെയോ കണ്ട് മതിയാവുന്നത് ജിന്ന് ഓർക്കായിരുന്നു. അതെ, ഹീറോ ഇങ്ങനെ സൈറ്റ് അടിക്കുമ്പോൾ ഒന്നും നോക്കിയില്ല. യഥാർത്ഥം ജിന്ന് ഒരു ഫുഡെല്ലാം കഴിക്കുമ്പോൾ ഹീറോയിനെ ശ്രദ്ധിച്ചായിരുന്നു. അതെടാ എൻ്റെ പേര് പറഞ്ഞു. ആ റെസ്റ്റോറൻറ്റ് ഞാൻ ഇവിടെ കണ്ടായിരുന്നു. അങ്ങനെയായിട്ട് പറയുന്നു. ആറാം പറയാൻ തുടങ്ങി. എന്ത് റെസ്റ്റോറാ? അവിടെ ഉണ്ടായിരുന്നു? അതേ ഉണ്ടായിരുന്നു എന്ന് അവർ സംസാരിക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നടന്നു. ഹീറോയ്ക്ക് സാഡായിരുന്നു. വീട്ടിൽ അങ്ങനെ ആ ഹീറോയിന് മാരേജ് മനസ്സിലാക്കാൻ ഭയങ്കര ഹീറോയിനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അവന് ഒരു പ്ലേ ബോയ് പറഞ്ഞ നിറയെ ഗേൾസിന് കൂടെ നിറയെ ഗേൾസിനും കൂടെ ഇങ്ങനെ അവൻ ക്ലോസ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് ഹീറോയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഹീറോയി പറഞ്ഞു നീ മാരേജ് ബ്രേക്ക് ചെയ്യണം. അവൻ പറഞ്ഞു നിനക്ക് എന്താക്കണോ എന്ന് പറഞ്ഞിട്ട് അവന് കണ്ട ഗേൾസിനെല്ലാം കിസ് അടിച്ചോണം അവർ കൂടെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹീറോയ്ക്ക് ഇത് കണ്ട് ടെൻഷനായി. ഇത് മാരേജ് ബ്രേക്ക് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞു. ഹീറോയിനെ പിടിച്ച് മിരട്ടാൻ തുടങ്ങിയായിരുന്നു. നീ ചെയ്ത് ഞാൻ പറയുമെന്ന്. എന്താ പറയുമോ പറഞ്ഞു. നീ അവർ ഇങ്ങനെ ഹീറോമാരുടെ പേര് പറഞ്ഞു നീ അവർ ലവ് ചെയ്യുന്നില്ലേ എന്ന്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഞാൻ അവർ ലവ് ചെയ്യുന്നില്ല. ഇല്ല, നീ സൈറ്റ് അടിക്കാൻ ഞാൻ കണ്ടായിരുന്നു. ഒരുവേള നീ അവർ ലവ് ചെയ്താൽ ഞാൻ അച്ഛനോട് പറയുമായിരുന്നു. ഹീറോയ്ക്ക് വേറെ വഴിയില്ല. ശരി ഓക്കെ ഇവൻ പറഞ്ഞേക്കും ഞാൻ ലവ് ചെയ്യുന്നില്ല. നീ ലവ് ചെയ്തില്ല മോശമില്ല, ഞാൻ ലവ് ചെയ്യുന്നതെന്ന് പറയുമോ. അങ്ങനെയായിട്ടും അവരെ ജോലിയെല്ലാം പോകുമെന്ന് പറഞ്ഞ് ഹീറോയിൻ ഇരിക്കാൻ തുടങ്ങി. ശരി ഓക്കെ ഇവനെ മാരേജ് വേറെ വഴിയില്ല. ഒരു വേള പറഞ്ഞ് അവർ ജോലിയിൽ അച്ഛനെടുത്ത എനിക്ക് അവരെ കാണാൻ പറ്റില്ല എന്ന് ഹീറോയിൻ സാഡായിട്ട് ശരി ഓക്കെ എന്ന് നെച്ചു പോയി സാഡായിരുന്നു ഹീറോയിൻ. അങ്ങനെ മാരേജ് ഹീറോയ്ക്ക് നടക്കാൻ പോകും. നാളെ മാരേജ്.